ആദിലമോക്ക് ഇപ്പൊ തന്നെ ഉമ്മ കിട്ടിയേ പറ്റുള്ളൂ. നൂറ ഇപ്പൊ ഉമ്മ കൊടുത്തില്ലെങ്കിൽ ഇരിക്കുന്ന ബീം ബാഗിൽ അപ്പി പോകും എന്നുള്ളൊരു മൂടി കിടന്നുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ആദില. എന്ത് കാര്യത്തിന്? അകത്ത് നമ്മുടെ കിച്ചണിൽ നിന്നുകൊണ്ട് അനീഷേട്ടനും അനിമോളും ഒക്കെ വിളിക്കുന്നുണ്ട്, അതിലേ വാ പാചകം ചെയ്. ഞാൻ വരാം. ഞാൻ നൂറയോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കിട്ടട്ടെ. അതങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ എണീക്കാൻ പറ്റത്തില്ല. അവിടെ അങ്ങ് ഉറച്ചുപോയി. മനസ്സിലായില്ലേ? നൂറ എന്തിനാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നൂറ ക്യാപ്റ്റനാണ്, അടിച്ചെണീപ്പിച്ച് വിടേണ്ടതാണ് സത്യം പറഞ്ഞ. അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണെന്നും പറഞ്ഞ് ഉമ്മ കൊടുക്കാൻ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? കാരണം രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. പക്ഷേ ആ ഒരു പരിപാടിയൊന്നും അല്ല അവിടെ നടക്കുന്നത്. പാവൻ നൂറ എങ്ങനെയെങ്കിലും ഈ പിശാസിനെ എണീപ്പിച്ച് വിട്ട് പണിയെടുപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് പോയി ഉമ്മയൊക്കെ കൊടുത്ത് എണീറ്റ് പോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു വാശിയാണ് അതിലെ മോക്കെങ്കിൽ മിക്കവാറും അടുത്ത ആഴ്ചയിലേക്ക് നമ്മുടെ ആദില മോളുടെ പുറത്തേക്കുള്ള വരവ് നമുക്ക് കാണേണ്ടി വരും. പിന്നെ നമ്മുടെ അക്ബർ കാക്ക, പാവം അക്ബർ കാക്ക കുത്തിയിരുന്ന് ബാക്കിയുള്ളവരെ ദുഷിച്ചോണ്ടിരിക്കുക. ഇപ്പൊ കൂട്ടിന് ഒരാളെ പിടിച്ചിരുത്തിയിട്ട് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. കാരണം കുറച്ചു നേരം സാബുമാനെ പിടിച്ചിരുത്തി, സാബുമാനോട് കുറച്ചു നേരം ഇരുന്ന് അനിമോളെയും ആദിലെയും നൂറേയും അനീഷേട്ടനെയും ഷാനവാസിനെയും പറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാബുമാൻ അവിടെ നിന്ന് എണീറ്റ് പോയി. സാബുമാൻ ഇവിടെയും ചവിട്ടും അവിടെയും ചവിട്ടും. അത് അക്ബർ കാക്കായ്ക്കും അറിയാം, അക്ബർ കാക്ക പറയുന്നുണ്ട്. പിന്നെ നെവിനാണ്. എനിക്ക് തോന്നുന്നു നെവിൻ ഉള്ളിലൊരു പേടിയുണ്ട്. ഇയാളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിൽക്കുന്നവരെല്ലാം പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ഒട്ടണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവാമായിരിക്കും. ഇല്ലെങ്കിൽ നെവിൻ്റെ ഒരു സങ്കടം, നെവിൻ നല്ല സങ്കടത്തിലാണ്. മണി മറ്റേ പണമൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും പറ്റുന്നില്ലടേ, തോൽവിയായി പോയി എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നുകൊണ്ടാണോ എന്നറിയത്തില്ല. ഒതുങ്ങിയിരിക്കുക. ഇടയ്ക്ക് മാത്രം വന്നിരുന്ന് നെവിനുമായിട്ട് നമ്മുടെ അക്ബറുമായിട്ടിരുന്ന് ബാക്കിയുള്ളവരെ പറ്റി ചെറുതായിട്ടൊന്ന് കുറ്റം പറയും. അപ്പോഴും നെവിൻ അധികം ഒന്നും പറയുന്നില്ല കേട്ടോ. അക്ബർ കാക്ക പറയുന്ന മൊത്തം കേട്ടിട്ട് ചിരിച്ചോണ്ട് ചെറുതായിട്ടൊന്ന് ഒരു തലയാട്ടും ചെറിയൊരു കുറ്റവും, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പറയാൻ നെവിൻ നിൽക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക നമ്മുടെ അക്ബർ കാക്ക. എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബർ കാക്കയ്ക്ക്. അക്ബർ കാക്കായും ക്യാമറ മറ്റേ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാമറ ഫേസ് കിട്ടണം, നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കണം, ഞാൻ പാവപ്പെട്ടവനാണേ എന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെ ഇരുന്ന്. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമുക്ക് ഇനി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അക്ബറും സാബുമാനും രണ്ടുപേരും കൂടെ സംസാരിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? അതാണ് അതിൻ്റെ ഒരു ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അക്ബറും സാബുമാനും ഇരിക്കുന്നു. അക്ബർ നല്ല രീതിയിൽ സാബുമാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോനെ, ഞാനിവിടെ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലടാ. എന്നെക്കാട്ടിലും വലിയ തെറ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ പുഷ്പം പോലെ നടക്കുന്നടാ. ഡ്രാമയാണെന്ന് വിചാരിച്ചു. അതായത് ഷാനവാസ് വീണപ്പോൾ അത് ഡ്രാമയാണെന്ന് ഞാൻ ആദ്യമേ തെറ്റിദ്ധരിച്ചു. അത് എൻ്റെ മിസ്റ്റേക്ക്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി അത് ഡ്രാമയല്ല എന്ന്. പിന്നെ കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടീമിൽ ഞാൻ പോയി തല വെച്ചത് അത് വേണ്ടായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇത് മാത്രമേ ഞാൻ കഴിഞ്ഞ ആഴ്ച തെറ്റുകൾ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വലിയ ഗംഭീര തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലടാ. ഇവിടെ പലരും ആ ഷാനവാസിക്ക വീണ ആ ഒരു അവസരത്തിനെ നല്ല രീതിയിൽ മുതലെടുത്ത ആളുകൾ വരെ ഉണ്ടടാ. ഞാൻ അങ്ങനൊന്നും മുതലെടുത്തിട്ടില്ലടാ എന്നൊക്കെ അക്ബർ കാക്ക പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട്, മുതലെടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല അക്ബർ കാക്ക, ചെറുതായിട്ട് മുതലെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല എന്നൊക്കെ പറയുന്നു. ആരെ പറ്റിയാണോ നിങ്ങൾക്ക് അറിയാലോ, അതില നൂറ അനിമോളെ പറ്റി. അപ്പം ആ ഒരു കേസ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ, അവരത് മുതലെടുത്തതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കുറച്ച് കണ്ടന്റ് അത് വെച്ചിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അനിമോൾ നമ്മുടെ കൺഫെഷൻ റൂമിൽ പോകുമ്പോൾ അവിടെ ഇരുന്ന് ചോദിക്കുന്നു എന്ത് പറ്റി ഷാനവാസികയ്ക്ക്. അതിലാ നൂറ ഇവർ മൂന്നുപേരും കൂടെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷാനവാസിക്കയുടെ കാര്യം ചോദിക്കുന്നു. അതൊരു കണ്ടന്റ് ഉണ്ടാക്കിയാലും അപ്പുറം ഉണ്ടല്ലോ, അവർക്ക് ഈ ആദില നൂറയൊക്കെ ഈ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പാണ് മറ്റേ ആ ഒരു ആദില പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു ഡ്രാമ നടത്തിയപ്പോഴും അതിന് ശേഷമൊക്കെ ഷാനവാസിയായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയി. പിന്നെ അനിമോൾക്ക് ഓഫ് കോഴ്സ് പുള്ളിയായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ഷാനവാസുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉള്ള ആൾക്കാരാണ്. ഒരു ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും. അതുകൊണ്ട് ആ ഒരു കെയറിങ്ങിന്റെ പുറത്ത് ചിലപ്പോൾ ചോദിച്ചതായിരിക്കാം. അല്ലാതെ അതിനെ നമുക്ക് കണ്ടന്റ് മാത്രമായിട്ട് എനിക്കതിനെ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലൈക്ക് അവർ മൂന്ന് പേരും ചോദിക്കാൻ ഉള്ള റീസൺസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇവന്മാരാണല്ലോ. പിന്നെ അന്ന് പുള്ളിയോടെ നിലത്ത് വീണ് കിടന്നപ്പം അവർ കിടന്ന് അടിയുണ്ടാക്കിയത്. അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഫസ്റ്റ് പുള്ളി എടുത്ത് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകാനാണ് നോക്കേണ്ടത്. പക്ഷെ പുള്ളി അവിടെ താഴെ തന്നെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ആയിരുന്നു. അനീഷ് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇവർ അടിയുണ്ടാക്കാനാണ് പോയത്. അത് നോക്കുമ്പം ഇച്ചിരി മുതലെടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ കുറേ ആളുകൾക്ക് ചിന്തിക്കാം. എനിക്കതിനകത്ത് ഒന്നും പറയാനില്ല. ചിലപ്പോൾ അത് ചെറിയ മുതലെടുപ്പായിരിക്കാം,
ചിലപ്പോൾ മുതലെടുപ്പും അല്ലായിരുന്നോ, കാരണം പുള്ളിയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് കിടന്ന് മറ്റവന്മാരുമായിട്ട് അടി ഉണ്ടാക്കിയതായിരിക്കാം. പുള്ളിയുടെ ദേഹത്തിന് ഇവന്മാർ തൊടണ്ട, കാരണം അവന്മാർ കാരണമാണല്ലോ ആ ഒരു വീഴ്ച വീണത്, അല്ലെങ്കിൽ പുള്ളിക്ക് അങ്ങനെ സംഭവിച്ചത്. അത് ഓർത്തിട്ട് ചിലപ്പം അവര് വേണ്ടാന്ന് വെപ്പിക്കുന്നത് അറിയത്തില്ല. നമുക്ക് അതിനകത്തോട്ട് എനിക്ക് ഒരു പരിധി കൂടുതൽ അത് ശരിയാണ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്, രണ്ട് ഞാനിവിടെ പറഞ്ഞു. ചിലപ്പോൾ മുതലെടുപ്പായിരിക്കാം, ചിലപ്പോൾ സ്നേഹത്തിന്റെ പുറത്തായിരിക്കാം. എന്നിരുന്നാലും ആ പുള്ളിയെ കൊണ്ടുപോകേണ്ട സമയത്തിൽ ആരുടെ കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിൽ പറഞ്ഞ കണക്ക് ഏകദേശം 8-9 മിനിറ്റ് പുള്ളി അവിടെ നിലത്ത് കിടന്നു. ആ സമയത്തൊക്കെ പുള്ളിയെ കൊണ്ടുപോകാൻ ലേറ്റാക്കി വഴക്കുണ്ടാക്കുന്നതിനോട് യോജിക്കാൻ ഞാനും ഇല്ല. അപ്പം അതവിടെ തീർന്നു. പിന്നെ നമ്മുടെ കിച്ചണില് അനീഷേട്ടൻ മറ്റേ ഫ്ലോറും ബാത്റൂം ടീമിലുള്ള മനുഷ്യനാണ്. ടീമൊക്കെ ഡിവൈഡ് ചെയ്തത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. പക്ഷേ അനുമോള് നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, കിച്ചണിൽ കിടന്ന് നല്ല രീതിയിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ അനീഷേട്ടൻ. പണിയെടുക്കട്ടെ. പിന്നെ അവരുടെ ഒരു ലവ് കോംബോ അങ്ങനത്തെ പരിപാടിയൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഈ പ്രത്യേകിച്ച് ഈ ആഴ്ച ഒന്നും ഇല്ല. അപ്പം അവരുടെ ആ ഒരു രസകരമായിട്ടുള്ള സാധനം വിട്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു സാധനം ചിലപ്പോൾ അനീഷേട്ടൻ്റെ ഒക്കെ ഉള്ളിൽ കാണും. അതായിരിക്കാം. എന്താണെങ്കിലും അനീഷേട്ടൻ കിച്ചൺ പരിസരത്ത് നിന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ ആദില ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞ് ചൊറിയുന്നുണ്ട്. അപ്പം ആദില കിച്ചണിൽ നിന്ന് കുറച്ച് മാറി ബീം ബാഗിൽ ഇരിക്കുമ്പോൾ നൂറ തൊട്ടിപ്പുറം ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് അനീഷേട്ടനും നമ്മുടെ അനുമോളും ഒക്കെ കിച്ചണിലേക്ക് വിളിക്കുന്നുണ്ട്, വാ വന്ന് പണിയെടുക്കെന്ന് പറയുമ്പോൾ അതിലവിടെ ഇരുന്നിട്ട് എനിക്ക് ഉമ്മ കിട്ടിയേ പറ്റൂ, എനിക്ക് ഉമ്മ കിട്ടിയാലേ ഞാൻ പോവുള്ളൂ. അതിലവിടെ ഇരുന്ന് പറയുന്നത്, നൂറ് എവിടെ നിന്ന് പറയുന്നത്, എന്നാ ഫ്ലൈയിങ് കിസ് പിടിച്ചോ? ഇല്ല ഫ്ലൈയിങ് കിസ് അല്ല, എനിക്ക് അല്ലാതെ എനിക്ക് ഉമ്മ വേണം, എനിക്ക് ഉമ്മ കിട്ടിയേ പറ്റുള്ളൂ. ലാസ്റ്റ് ആ കൊച്ച് എണീറ്റ് വന്ന് ഉമ്മ കൊടുത്തതിന് ശേഷമാണ് ഈ അതിൽ എണീറ്റ് പോകുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള വാശി എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു വാശിക്കൊന്നും നൂറ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത്. കാരണം നൂറ ക്യാപ്റ്റനാണ്. നൂറ പറഞ്ഞാൽ ആദില ചെയ്തേ പറ്റുള്ളൂ. കിച്ചണിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, സാബുമാൻ, അവൻ പറഞ്ഞാൽ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഉമ്മ കിട്ടിയാലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇച്ചിരി മോശമായിട്ടുള്ള പരിപാടിയാണ്. ആദില വീണ്ടും താഴത്തേക്ക് പോകാതിരുന്ന ആദിലയ്ക്ക് കൊള്ളാം. പ്രത്യേകിച്ച് അപ്പുറം രണ്ടുപേരും ഒതുങ്ങിയിരിക്കുകയാണ്. ഈ ഒരാഴ്ച ഉറപ്പായിട്ടും ജനങ്ങൾക്ക് അവരോടൊരു സഹതാപം ഉറപ്പായിട്ടും വരും. നെവിനോടും അക്ബറിനോടും, പ്രത്യേകിച്ച് അക്ബറിനോട് തന്നെയൊക്കെ ഇരുന്നാണ് അക്ബർ ഇപ്പം സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പം ആരുമില്ലാത്തതുകൊണ്ട് ഈ നമ്മുടെ ആദില, നൂറ, ഷാനവാസ്, അനീഷിനെ നമ്മുടെ അക്ബർ നല്ല രീതിയിലിരുന്ന് കുറ്റം പറയുന്നുണ്ട്. പിന്നെ സാബുമാന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, സാബുമാൻ എന്താണ് അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും എന്ന് പറയുന്നുണ്ട് അക്ബർ. സത്യം പറയാലോ, ഈ ആഴ്ചയാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ഈ ആഴ്ചയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോമിലേക്ക് നമ്മുടെ സാബുമാൻ കുറച്ചും കൂടെ വരുന്നത്. അതായത് ഇടയ്ക്ക് അക്ബറിൻ്റെ അടുക്ക് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അക്ബർ അനുമോളെയും നമ്മുടെ ആദില, നൂറേയും പറ്റി ഈ മുതലെടുപ്പും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ എനിക്ക് തോന്നി, പക്ഷെ അത് ഒരുപാട് നടന്നിട്ടില്ല. അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ അവിടെ ഇവിടെ ഇല്ലാതെ സാബുമാനും പറയുന്നുണ്ട്. അത് സാബുമാന്റെ കണ്ടന്റ്, ഇപ്പോഴെങ്കിലും സാബുമാൻ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോഴത്തേക്കൊരു സന്തോഷം എനിക്ക്. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, അവിടെ എവിടെയും ചവിട്ടുന്നതാണെങ്കിൽ പോലും സാബുമാൻ ആരെയും വെറുപ്പിക്കാതെ അനുമോളുടെ അടുക്കലൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പറേ വന്ന് അക്ബറിൻ്റെ അടുക്കലും സംസാരിക്കുന്നുണ്ട്. അതിനകത്തൊരു തെറ്റ് എനിക്ക് അങ്ങോട്ട് വലിയ തെറ്റായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതെല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണല്ലോ, അവിടെ അക്ബർ ഉൾപ്പെടെ ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനകത്തൊന്നും ഇല്ല. അക്ബർ പക്ഷെ അങ്ങനെ അങ്ങോട്ട് അവിടെ എവിടെയും കൂടെ ചവിട്ടാറില്ല കേട്ടോ, അത് വേറെ കാര്യം. അനുമോളെയും ആദിലയും നൂറേയൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളൊരു മൂഡിൽ തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും ഇപ്പൊ തന്നെ ഇരുന്നിട്ടാണ് സംസാരം. അനീഷേട്ടനൊക്കെ ഈ ഗ്രൂപ്പിസത്തിൽ വന്ന് വീണിട്ടുണ്ടെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അനീഷേട്ടൻ ഇപ്പോഴായിരിക്കുമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വന്ന് വീണത്. ചേട്ടനൊക്കെ ആദ്യം തൊട്ടേ ഗ്രൂപ്പും പിടിച്ചായിരുന്നത്. ഇപ്പൊ ചേട്ടന് ഗ്രൂപ്പ് പിടിക്കാൻ ആരും ഇല്ല. അതുകൊണ്ട് പിന്നെ ഗ്രൂപ്പ് പിടിക്കുന്നവരെ കുറ്റം പറയാം, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആരൊക്കെ ചേട്ടൻ്റെ കൂടെ ഗ്രൂപ്പിലുണ്ടായിരുന്നോ അവരെല്ലാം പുറത്തേക്ക് പോയി. നമ്മുടെ പണ്ടത്തെ സാബുചേട്ടൻ വന്നപ്പോൾ പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് സാബുചേട്ടൻ കിടക്കുന്ന കട്ടിലിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ പടയെന്നും പറഞ്ഞ് ആര് വന്ന് കിടന്നാലും അവർ എവിക്റ്റായി പോവുക. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ അക്ബറിന്റെ കേസിലും അതുപോലെ. അക്ബറിന്റെ കൂടെ ആര് പിടിക്കുന്നോ കുറച്ച് കഴിയുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി പോവുക. നെവിൻ അത് മനസ്സിലാക്കിയിട്ടാണോ എന്ന് അറിയത്തില്ല. ഒരു ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് എടുത്ത് ഒന്ന് മാറി നിൽപ്പുണ്ട്. എന്തായാലും അത് നെവിന് ഗുണകരമായി മാറട്ടെ. പിന്നെ ഇന്നത്തെ പ്രൊമോ, കുറച്ച് മുന്നേ രാവിലെ വന്ന ഒരു പ്രൊമോ കാണുന്ന കണക്ക് തന്നെ ഒരു ടാസ്ക് ഒക്കെ വരുമ്പോൾ ഇനിയെങ്കിലും ഈ റൂൾ വയലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നെവിൻ ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ കുറച്ചും കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ഇവൻ ഇപ്പോഴും എന്തിനാണ് റൂൾ വയലേഷൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് രാവിലെ എനിക്കൊന്ന് അക്ബറിനോട് കണ്ട് പറയുന്നുണ്ട്, ഞാൻ പണപ്പെട്ടി എടുക്കും, ചിലപ്പോൾ ബിഗ് ബോസിന് എന്നോട് അരിവ് തോന്നിയിട്ട് ഞാൻ എടുക്കുമ്പോഴത്തേക്കൊന്നും പറഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടനാണ് പറഞ്ഞത് നിനക്കത് എടുക്കാൻ പറ്റത്തില്ല, ബിഗ് ബോസ് പറഞ്ഞു നിനക്കിനിയും അത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവനത് പോയി എടുക്കുകയാണെങ്കിൽ അത് റൂൾ ബ്രേക്കാണ്. അതിന് കിട്ടുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു വഴക്ക് കിട്ടിയേക്കും പുറത്തേക്ക്. ഈ ഒരു അവസാന സമയത്ത് അങ്ങോട്ട് അവനെ ഇറക്കി വിടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് നാണക്കേടായിപ്പോവും. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നവനെ. കാരണം അത് അഫക്റ്റ് തന്നെ ചെയ്യണമെന്നേ ഞാനും പറയത്തുള്ളൂ. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ലെങ്കിൽ
ബോധമില്ലാത്തവരെന്നേ അവനെ വിളിക്കാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ പറ്റുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒതുങ്ങിയ ഗെയിമാണ്. നമ്മുടെ ആദില, നൂറ, അനുമോള് ഇവരുടെ ഒരു രാവിലെ തൊട്ട് സാരി കൊടുത്ത് അവർ വേറൊരു സാധനത്തിൽ ഇങ്ങനെ പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഷാനവാസും അനീഷേട്ടനും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. വലിയ ഒച്ചയും ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇടയ്ക്ക് എന്ന് വെച്ചിട്ട് തീരെ ഇല്ല എന്നല്ല, ഇടയ്ക്ക് അവിടെ എവിടെയും ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ടീം ഡിവൈഡിങ് സമയത്ത് അനുമോൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഷാനവാസ് കയറി ഇടപെടുന്നുണ്ട്. നൂറ് പറയുന്നുണ്ട്, നീ നിന്റെ കാര്യം നോക്ക്, നീ കറക്റ്റായിട്ടല്ല ചെയ്യുന്നത്, പിന്നെ മറ്റുള്ളവരെ പറയാൻ വരണ്ട എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ വഴക്കുകൾ. പക്ഷെ അത് വലുതായിട്ട് പോകുന്നില്ല, അത് രസകരമായിട്ടാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും നല്ല രീതിയിൽ കമ്പനിയായിട്ട് പോകും. ഇവിടെ എല്ലാത്തിൽ നിന്നും മാറിപ്പോയത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയത് അക്ബറും നെവിനുമാണ്. ആരുമില്ല. ഷാനവാസ് പോലും അധികം അടുപ്പിക്കുന്നില്ല അക്ബറിനെ ഒന്നും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് തന്നെ ദോഷമാണ്. അവരെയും കൂടെ അടുപ്പിക്കണം, അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ മറ്റേ സഹതാപം വന്ന് മുന്നോട്ട് പോകുന്നൊരു പരിപാടിയിലേക്ക് ഓൾറെഡി അക്ബർ അതിനകത്തോട്ട് വന്ന് ചാടിയിട്ടുണ്ട്. നെവിനെ പിന്നെ ആരും അങ്ങനെ ഒരു സാധനം തോന്നാത്തത് നെവിൻ പിന്നെയും ഇതുപോലുള്ള വയലേഷൻസ് ചെയ്യാൻ പോകുന്നു. ഇപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണും റൂൾ ബ്രേക്കും പരിപാടികളും ഒക്കെ നെവിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആളുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ എന്തൊക്കെയാണെങ്കിലും നെവിനെ അങ്ങോട്ട് ഇഷ്ടം തോന്നത്തില്ല, വെറുപ്പാവും വീണ്ടും വീണ്ടും. അക്ബർ പക്ഷെ അവിടെയും സേഫായിട്ടാണ് കളിക്കുന്നത്, മനസ്സിലായില്ലേ? ചെറിയ സഹതാപങ്ങൾ ജനങ്ങൾക്ക് തോന്നണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരങ്ങനെ ചെയ്യുന്നു, ഞാൻ ഒറ്റപ്പെടുന്നു, ആ രീതിയിലുള്ള സംസാരങ്ങൾ പോലും അക്ബറിന്റെ ഭാഗത്തുനിന്നുണ്ട്. നെവിൻ പക്ഷെ അങ്ങനൊന്നുമല്ല. നെവിൻ കാണിക്കുന്ന ഓരോ പരിപാടിയും പിന്നെയും പിന്നെയും ജനങ്ങൾക്ക് വെറുപ്പാക്കിക്കൊണ്ടിരിക്കുക. നെവിൻ തന്നെ എന്തിനവനത് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലൊരു എന്റർടൈനർ ആയിരുന്നു, എന്തിനിങ്ങനെ ജനങ്ങളെ വെറുപ്പിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ അവന്റെ തന്നെ കയ്യിൽ നിന്ന് പോയിട്ട് കിളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണോ? എനിക്കറിയത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ നമുക്കൊരു ഭ്രാന്ത് പിടിച്ചിട്ട് നമ്മൾ ഓരോ ആക്രാന്തത്തിൽ ഓരോന്ന് കാണിച്ചു കൂട്ടത്തില്ലേ? അങ്ങനെയാണോ നെവിൻ ഇപ്പം ഇതൊക്കെ കാണിക്കുന്നതെന്നൊരു സംശയം. കാരണം ഫൈനൽ 5 അതെനിക്ക് തോന്നുന്നു നെവിന് വലിയ പ്രതീക്ഷ ഇല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ പണപ്പെട്ടി അതായിരുന്നു ഉദ്ദേശം. പക്ഷെ അവിടെ കൊണ്ടുവന്ന് ബിഗ് ബോസ് ഒരു ആപ്പ് വെച്ചപ്പോൾ നെവിൻ കംപ്ലീറ്റ്ലി തകർന്നു. ആ ഒരു തകർച്ചയിൽ മുന്നോട്ടപ്പോൾ ഫൈനൽ 5 അടുത്തൊരു ഓപ്ഷനായിട്ടുള്ള ഫൈനൽ 5 എങ്ങനെ കയറാം എന്നൊരു സാധനമാണ് നെവിൻ നോക്കേണ്ടത്. നെവിനെ കൊണ്ടത് പറ്റും നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ. പക്ഷെ അതിന് പകരം ഗെയിം വീണ്ടും നശിപ്പിക്കാനും റൂൾ ബ്രേക്കുമായിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് താഴത്തേക്ക് തന്നെ പോകത്തേ ഉള്ളൂ. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാക്കി പോയി ഞാൻ ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയോണ്ട്.